നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഒരു മടിയും നിങ്ങൾ കാണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം അത്തരം അറിവുകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനകരമാവും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സ്നേഹബന്ധത്തിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത്. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള വളരെയധികം വിശ്വാസമുള്ള ആളുകളുമായിട്ട് ചേർന്ന് പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ മുൻകൈ എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളിലേക്ക് പലരും എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി, ചില ആശങ്കകളിൽ കൂടി, ചില ദുഃഖങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുമുണ്ട്. സന്തോഷവും സങ്കടവുമൊക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായിട്ട് ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തീർച്ചയായിട്ടും നൽകും എന്ന് കാണുന്നുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ്. വലിയൊരു സമാധാനം, സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ജോലി, വിവാഹം, അതുപോലെ തന്നെ യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കൂടാതെ കുടുംബജീവിതം, റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. മുമ്പും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളിലും ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അതിൽ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം, തീരുമാനമൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ടെൻഷൻ അടിക്കുന്ന, പല കാര്യങ്ങളെക്കുറിച്ചും അമിതമായിട്ട് ചിന്തിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിലേക്ക് കയറാനായിട്ട് അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകളും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന, പലരും പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ഒക്കെ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം പോരാടി നിങ്ങളുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അതിൽ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ വളരെയധികം അസൂയയോടെ പലരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ്
കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വെച്ചിട്ടുണ്ടായിരിക്കാം, പലർക്കും നല്ലൊരു ജോലി ലഭിച്ചിട്ടുണ്ടായിരിക്കാം, പലർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇപ്പോൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെയധികം പോരാടി നേടിയ ഒരു വിജയത്തെ വളരെയധികം അസൂയയോടെ പലരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ചില കാഴ്ചപ്പാടുകൾക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം എതിർപ്പുകൾ നേരിടുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്തരം വ്യക്തികളെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും, അവരെ എതിർത്ത് നിൽക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം നിങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളിലേക്കൊരു വിജയം വന്നെത്തിയെങ്കിലും നിങ്ങളിലെ ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എത്രത്തോളം നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം പോസിറ്റീവ് എനർജി, ആത്മവിശ്വാസം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിലായിരുന്ന, നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു ആളാണെന്ന് കാണുന്നുണ്ട്. പൊതുവെ സ്നേഹവും കരുതലും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് മുന്നിലേക്ക് സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.